മലയാള സിനിമയിലെ ഹാസ്യരസങ്ങൾക്ക് പുതിയ മാനം നൽകിയ സിനിമകളിലൊന്നായിരുന്നു സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ ആദ്യമായി പിറന്ന് 1989 റിലീസ് ചെയ്ത റാംജി റാവു സ്പീക്കിംഗ്. ഇന്നസെന്റ്, മുകേഷ്, സായ് കുമാർ എന്നിവർ തകർത്തഭിനയിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയിരുന്നു. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? ഓ, നാളെ എന്താഴ്ച? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക. 1995 ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ മാന്നാർ മത്തായി സ്പീക്കിംഗ് റിലീസ് ചെയ്തു. സിദ്ദിഖ് ലാലിന്റെ രചനയിൽ മാണി സി കാപ്പൻ സംവിധാനം ചെയ്ത ഈ രണ്ടാം ഭാഗവും വൻ വിജയം നേടിയിരുന്നു. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഫോട്ടോയുണ്ടല്ലോ. ഈ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് ഏറെക്കാലമായി മലയാളികൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ വാർത്ത സത്യമായിരിക്കുകയാണ്. പാപ്പി അപ്പച്ച, സിനിമാ കമ്പനി എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത് ശ്രദ്ധേയനായ മമ്മാസാണ് റാംജി റാവുവിന്റെ മൂന്നാം ഭാഗം ഒരുക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ ആരംഭിച്ചു. ഇന്നസെന്റ്, മുകേഷ്, സായ് കുമാർ എന്നിവരെ കൂടാതെ രണ്ടാം ഭാഗത്തിലെ ജനാർദ്ദനന്റെ കഥാപാത്രവും ചിത്രത്തിലുണ്ട്. ABCDയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ അപർണ ഗോപിനാഥാണ് ചിത്രത്തിലെ നായിക. രാഹുൽ രാജ് സംഗീതവും വിഷ്ണു നമ്പൂതിരി ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. SJM എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സിബി തോട്ടുപുറം, ജോബി മണ്ടമറ്റം എന്നിവർ ചേർന്നാണ് ഈ മൂന്നാം ഭാഗം നിർമ്മിക്കുന്നത്.